പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ആര്യനാട്. മാർച്ച് 2 രാവിലെ 10 മുതൽ 2 വരെ. സ്ഥലം ആതിര ഓഡിറ്റോറിയം, ആര്യനാട്. ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കടന്നു വരുവിൻ, അനുഗ്രഹം പ്രാപിപ്പിൻ. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഒരിക്കലും ലജ്ജിപ്പിക്കാത്ത ഒരു നല്ല യേശു. യേശുവിൻ്റെ വചനം നമ്മൾ കേൾക്കാൻ പോവുക. നിങ്ങൾ ലജ്ജിക്കേണ്ട സാഹചര്യം നിങ്ങൾക്ക് മുമ്പിലുണ്ട്. പക്ഷേ വചനം പറയുന്നു, ഒരു കാലത്തും നീ ലജ്ജിക്കത്തില്ല. ലജ്ജിപ്പിക്കാത്ത ആ യേശുവിനെ നമ്മൾ ദൈവവചനത്തിൽ കൂടെ മനസ്സിലാക്കാൻ പോവാം. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. ആദ്യം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുശേഷം വചനം ശ്രദ്ധിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഈ വചനം ഈ മക്കളുടെ മുമ്പിൽ എത്തിക്കുവാൻ ഇടയായ അനുഗ്രഹീതമായ ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ അവരുടെ ആവശ്യത്തിന്മേൽ കർത്താവ് കൈ നീട്ടണമേ. അവർ ദൈവസന്നിധി സമർപ്പിച്ച പ്രാർത്ഥനാ വിഷയത്തിന്മേൽ യേശു കൂടെ ഇരുന്ന് പ്രവർത്തിക്കണം. ഇന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്കായി സ്തോത്രം. കർത്താവ് കൂടെ ഇരുന്ന് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ലജ്ജിപ്പിക്കാത്ത കർത്താവിൻ്റെ വചനം നമുക്ക് കേൾക്കാം. പ്രാർത്ഥനയോടെ ശ്രമിച്ചാൽ. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു. സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്നു നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. മതി. നിങ്ങളെല്ലാവരും അല്പനേരം കാൽവറി ക്രൂശ് നിങ്ങളുടെ കൺമുമ്പിലൊന്ന് തെളിക്കണം. ഒന്ന്, 2 കള്ളന്മാരുടെ നടുവിൽ 33 തിരുവയസ്സിൽ 3 ആണികളിൽ തറയ്ക്കപ്പെട്ട ഒരുവൻ കിടക്കുന്നു. 2 കള്ളന്മാർ അപ്പുറത്തും ഇപ്പുറത്തും. അവരെക്കുറിച്ച് വേദവചനം പറയുന്നു, ഒരു ജന്മം മുഴുവൻ കള്ളത്തരവും കൊള്ളിവെപ്പും നടത്തി തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട, അല്ലെങ്കിൽ ക്രൂശിച്ചു കൊല്ലാൻ വിധിക്കപ്പെട്ട 2 കള്ളന്മാർ. ശ്രദ്ധിക്കണം. ഒരുത്തൻ ചോദിക്കുക, യേശുവേ, നീ ക്രിസ്തുവല്ലേ, നിന്നെ രക്ഷിക്ക, ഞങ്ങളെ രക്ഷിക്ക. അപ്പുറത്ത് കിടന്നവൻ ശാസിച്ചു. ആമേൻ. നാം തെറ്റ് ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷിക്കപ്പെടുന്നു. ഹല്ലേലൂയ. യേശുവിനെ ചോദ്യം ചെയ്തവനെ ശാസിച്ചവൻ. ഇനി ഞാൻ നിങ്ങളോട് പറയാം, ക്രൂശിച്ച് കൊല്ലാൻ പോകുന്നവന് എന്തേലും സ്വപ്നം കാണാൻ വകയുണ്ടോ? ഉണ്ടോ? ഇല്ല. എല്ലാം തീരുവ. എല്ലാം തീരുവ. ഇതോടെ അവസാനിച്ചു. ഞാൻ ഒരിക്കല് ഒരു രാജ്യം വിസിറ്റ് ചെയ്തപ്പോൾ ഒരു മനുഷ്യന്റെ മരണവെപ്രാളം കണ്ടു.
എൻ്റെ ലൈഫിൽ ഞാൻ മറക്കത്തില്ല. മിഡിൽ ഈസ്റ്റിൽ ഒരു രാജ്യത്തെ ദൈവവചനം പറയാൻ പോയപ്പോൾ എന്നെ ഒരു വീടിനകത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ ആ വീട് തൂത്തുവാരിയിട്ട് പല ദിവസങ്ങളായി. ശ്രദ്ധിക്കണം, അവിടുത്തെ ഭർത്താവ് സോഫയിൽ കിടക്കുന്നു. അങ്ങനെ കുളിച്ചിട്ട് ഒരാഴ്ചയായി. ഭാര്യ ഇപ്പുറത്ത് കിടന്ന് കരയുക. എന്തോ ആ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്നാന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ ഒറ്റയൊരു കുഞ്ഞാങ്ങളെ ഉള്ളൂ. ഈ വെള്ളിയാഴ്ച എൻ്റെ കുഞ്ഞാങ്ങളെ പരസ്യമായി തലവെട്ടുക. എന്നാന്ന് ചോദിച്ചപ്പം പറഞ്ഞു, അവനൊരു മദ്യപാനിയാ. ജീസസ്. അവൻ താമസിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മേളിലാ. അവൻ മദ്യപിച്ച് ബോധം കെട്ട് വന്നു തുടങ്ങി. നേരം വെളുത്ത് സൂപ്പർ മാർക്കറ്റ് തുറക്കാൻ വന്നപ്പോൾ വേസ്റ്റിനകത്ത് ഒരു മനുഷ്യൻ്റെ തല കിടക്കുന്നു. ഉടല് തൊട്ടപ്പുറത്ത് ഇദ്ദേഹത്തിൻ്റെ ബെഡിനപ്പുറത്ത് കിടന്ന ആടെയാ. പോലീസ് വന്നപ്പോൾ കുടിച്ചു ബോധം കെട്ടവൻ്റെ തലക്കൽ കത്തിയിരിക്കുന്നു. ചോര പുരണ്ട കത്തി. രണ്ടുപേരെ കാണാനില്ല. 4 മാസത്തെ അന്വേഷണത്തിൽ അവരെ രാജ്യത്തുണ്ടെന്നുള്ള അറിവ് അവർക്ക് കിട്ടിയില്ല. ശ്രദ്ധിച്ചു കേൾക്കണം. കോടതി കൂടി അവന് വിധി കൽപ്പിക്കുക. മരിച്ചത് ആ രാജ്യക്കാരനായതുകൊണ്ട് അവിടുത്തെ പള്ളി പിരിയുമ്പോൾ അവൻ്റെ തല വെട്ടാൻ പോവാ. എൻ്റെ പെങ്ങള് പറഞ്ഞു, ഒരേ ഒരു ആങ്ങള 32-ാമത്തെ വയസ്സിൽ മരിക്കപ്പെടാൻ പോകുകയാ, കൊല്ലപ്പെടാൻ പോകുകയാ. ആ രാജ്യത്തിൻ്റെ നിയമം അങ്ങനെയാ. അവരുടെ സഹതാപം കണ്ട് അവരുടെ ആങ്ങള പാർക്കുന്ന ജയിലിൽ അവനെ കാണാൻ ഞാനും പോയി. 10 മിനിറ്റ് സമയം അവനെ കാണാൻ പറ്റി. പ്രിയരെ, ഒന്ന് ഇരുട്ടി വെളുത്താൽ പിറ്റേന്ന് ജീവിതം തീരുക. അവരെ വെട്ടി പേർക്കുക. അതവൻ കരയുവാന്നോ മയങ്ങുവാന്നോ? 3 വട്ടം അവന്റെ പെങ്ങളുടെ അടുക്ക നിൽക്കുമ്പോൾ ബോധം കെട്ട് താഴെ പോയി. മരണവെപ്രാളം. എന്നാൽ അന്ന് രാത്രി ഒരു കാര്യം നടന്നു. മിഡിൽ ഈസ്റ്റിലെ പോലീസ് ചെക്കിങ്ങിൽ ഒരു വണ്ടി നിർത്താതെ പോയി. പോലീസ് ഫോളോ ചെയ്ത് പിടിച്ചു. പിടികിട്ടാത്ത 2 പ്രതികളെ അന്ന് രാത്രി പിടിച്ചു. കോടതി വെള്ളിയാഴ്ച അവനെ വെറുതെ വിട്ടു. ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. ആ ചെറുപ്പക്കാരൻ പുറത്തു വന്നു. മരണവെപ്രാളം ഒരു ഭയങ്കര. മുമ്പിൽ ഇനി ഒന്നുമില്ല. അപ്പോൾ ഒരുവൻ കേണപേക്ഷിക്കുക, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഈ എന്നെ കൂടെ ഓർക്കണമേ. ഒരു ജന്മം മുഴുവൻ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുക്കുമ്പോഴും ഒരനുതാപം. നസ്രയന്റെ ആധരം ചലിച്ചു. ഇന്ന് നീ എൻ്റെ കൂടെ എൻ്റെ പറുദീസായിരിക്കും. ഒരാമീൻ പറയണം. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് സന്ദേശം പറയാം. നിന്റെ അകത്ത് വരച്ച ചിത്രം ഇന്ന് രാത്രി മാറണം. എല്ലാം തീർന്നെന്ന് നീ പറയുമ്പം അല്ല, ഒന്നും തീർന്നില്ല, എല്ലാം ആരംഭിക്കാൻ പോവാ. ക്രിസ്തു എന്ന 2 അക്ഷരം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്. ഈ യേശുവിനെ ക്രൂശിച്ചാൽ എല്ലാം തീരുമെന്ന് റോമാക്കാര് വിചാരിച്ചു. ആമേൻ. അങ്ങനെയാണല്ലോ. നേതാവിനെ വെട്ടിയാൽ പിന്നെ പ്രസ്ഥാനമില്ലാതായി പോകും. ഇവിടെ അങ്ങനല്ല സംഭവിച്ചേ. യേശുവിന്റെ മരണത്തോട് ഇല്ലായ്മപ്പെടുകയല്ല, എല്ലാം ശക്തിപ്പെടുകയാ ചെയ്തത്. എന്താ കാരണം? മരണത്തിനപ്പുറത്താണ് അവന്റെ ആമി ദൈവത്വം. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് മരിച്ചു മൺമറഞ്ഞ യേശുവിനെ കുറിച്ചല്ല, മരണത്തെ ജയിച്ച്
ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ദൈവത്തെ കുറിച്ചാണ്. വിശ്വാസം ഉണ്ടല്ലേ? ആമീൻ പറയാവോ? ഹല്ലേലൂയ. വേണ്ടടാ, ഒരു ബ്രദറ് യോഗത്തിൽ പ്രസംഗിക്കുക, മരിച്ചു മറഞ്ഞൊരു യേശുവിനെ. നോ, അവസാനിച്ച യേശു അല്ല, അവൻ അൽഫയും ഒമേഗയുമാ, ആദിയും അന്തവുമാ, അവൻ ആരംഭവും അവസാനവുമാ. വിശ്വാസമുണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എനിക്കെന്തോ കർത്താവിൻ്റെ ആത്മാവ് എനിക്കൊരു ബോധ്യം തരുന്നു. നിന്റെ അകത്ത് നീ കണ്ട ചിത്രം മാറാൻ പോവാ. നിന്നെ കുറിച്ച് ദേശത്തുള്ള പിക്ചർ മാറാൻ പോവാ. നിന്നെ കുറിച്ച് രക്തബന്ധങ്ങളുള്ള ആ ചിത്രം മാറാൻ പോവാ. നിങ്ങൾക്കറിയാവോ, യേശുക്രിസ്തുവിന് മുന്നോടിയായ യോഹന്നാൻ പറയുക, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ടടാ, അവൻ എന്നേക്കാൾ ബലവാനാ. അവൻ്റെ പേരാ ബലവാൻ. എന്നാ ബലം കൊണ്ട് കീഴടക്കിയ പലതിനെയും താൻ തൻ്റെ ബലം കൊണ്ട് ജയിക്കാൻ പോകുകയാ. ഇന്നൊരു സന്ദേശം നിന്നോട് പറയട്ടെ, ഏതെങ്കിലും അശുദ്ധ ശക്തികൾ നിന്നെ ഒതുക്കി വെച്ചെങ്കിൽ ഇന്ന് ബലവാൻ ഇവിടെ ഉണ്ട്. അത് വിശ്വസിച്ചു തുടങ്ങുന്നവർക്കായി സ്തോത്രം. യേശുക്രിസ്തു പറയുന്ന ഒരു ഭാഗമുണ്ട്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. യോഹന്നാന്റെ കാലം മുതൽ ചിലർ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുക. സ്വർഗത്തിൽ പോകാൻ ബലാത്കാരം വേണോ? വേണം. മൂന്നവസ്ഥയാണ് മനുഷ്യന്. ഒന്ന്, രക്ഷിക്കപ്പെട്ടു. രണ്ട്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മൂന്ന്, മേലാലും രക്ഷിക്കപ്പെടും. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. ഒരിക്കൽ രക്ഷ നടന്നു, ഇന്നും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നിന്നെ പാപത്തിന്റെ ചേറ്റുകുഴിയിൽ ഒതുക്കുവാനാ സാത്താന്റെ ശ്രമം. പക്ഷേ അതിനെ ജയിക്കുവാനാണ് നിന്റെ അകത്തൊരു ആത്മബലം ആവശ്യം. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ. ഒരു ബലപ്രയോഗം നടക്കട്ടെ. ബൈബിൾ വിശേഷിപ്പിക്കുക, യേശുക്രിസ്തു ബലവാനാ. ആമേൻ, ആമേൻ. ഇന്ന് അവൻ ഇവിടെ ബലപ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ചിലരുടെ ചരിത്രം തിരുത്താൻ, ഭാവി തിരുത്താൻ, അവസ്ഥ തിരുത്താൻ ഇന്ന് അവന്റെ കരം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുക. എല്ലാം തീർന്നെന്ന് വിധി പറയുമ്പോഴും യേശു പറയുന്നു, ഒന്നും തീർന്നിട്ടില്ല, എല്ലാം ഇന്ന് ആരംഭിക്കാൻ പോകുക. ഒരേ ഒരു കാര്യം, അവന് ബലവാനാണ്. ശ്രദ്ധിച്ചു കേട്ടെ, സ്വർഗത്തിൽ പോകാൻ ബലപ്രയോഗം വേണോ? വേണം. സ്തോത്രം. രക്ഷിക്കപ്പെട്ട അനുഭവം എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, ഇന്നും രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക. ഓരോ ദിവസവും നമുക്ക് പുതുമ വേണം, മാറ്റം വേണം. സ്വർഗത്തിൽ പോണേ. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാ. എന്ന് പറഞ്ഞാൽ, ഞാനാകുന്ന വഴിയിലൂടെ, ഞാനാകുന്ന സത്യത്തിലൂടെ, ഞാനാകുന്ന ജീവനിലൂടെ പിതാവിന്റെ അടുക്കലേക്ക് നിങ്ങൾക്ക് പോകാം. എന്ന് പറഞ്ഞാൽ പിതാവിലേക്ക് കണക്ട് ചെയ്യുന്ന ഒറ്റ വഴിയേ ഉള്ളൂ, അത് പുത്രനാണ്. ഒരാമീൻ പറയാട്. ഇന്നൊരു ആത്മിക ദൂത് പറയാം, നിന്നെ പിതാവിലേക്ക് അടുപ്പിക്കുന്ന ഒന്നാ പുത്രൻ. എന്നിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്താൻ കഴിയത്തില്ല. കുറുക്ക് വഴികളില്ല, ഒറ്റ വഴി, യേശു ക്രിസ്തു എന്ന ഏക സത്യ ദൈവം. ഹല്ലേലൂയ. അപ്പൊ ഇനി ഇച്ചിരി ഗഹനമായിട്ട് ധ്യാനിക്കാം. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം ഓർത്തെ, ഈ രാത്രിയിലും ഇവിടെ ഒരു ബലപ്രയോഗം നടക്കുക. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ ശുശ്രൂഷ എന്നായിരുന്നു? ഈ വേദോത്സവത്തിൽ ഞാനൊക്കെ ഒത്തിരി പ്രസംഗിച്ചിട്ടുള്ള ആളാ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന മനുഷ്യനെ കുറിച്ച്. അവൻ്റെ പേരൊക്കെ ഒന്ന് തിരുത്തി വെച്ചൊരു കഥ പറയാം. ഒരന്ധൻ, അന്ധനെന്ന് പറഞ്ഞാൽ വെളിച്ചം കാണാത്തവൻ. എന്തൊരവസ്ഥയാണ്, ജനിച്ച പിന്നെ ഒരു 40 വയസ്സ് വരെ വെട്ടം കാണാതെ ജീവിക്കാന്ന് പറഞ്ഞാൽ എന്തൊരവസ്ഥയാണ് ഓർത്തേ. ഇരുട്ടേ ഉള്ളൂ.
ശ്രദ്ധിക്കണം. ഞങ്ങൾ 3-4 പേരെ ഈ കവല നിൽക്കുക. അപ്പോൾ ഇതിയാൻ ഇങ്ങനെ ഇരക്കുക നിന്നോണ്ട്. ഇപ്പം ഞാൻ ദൈവദാസനോട് പറഞ്ഞു, കഷ്ടമായി പോയല്ലോ, ഭിക്ഷ എടുത്തല്ല ജീവിക്കുന്നത്. ഉടനെ ദൈവദാസൻ പറയാം, കുറേ വർഷമായി ഇവൻ്റെ ജീവിതം. ഞങ്ങളുടെ 3 പേരുടെ മനസ്സിൽ ഇവൻ ഇനി ഒരു കാലത്തും രക്ഷപ്പെടത്തില്ലെന്നുള്ള പിക്ചറാ. അല്ലേ? ഹാ, എന്നാൽ യേശു എന്ന 2 അക്ഷരം അതിലിടപെട്ടപ്പോൾ നാളെ വേണ്ടേ ഒരു ജീൻസും ലൂയിസ് ഫിലിപ്പിൻ്റെ ഒരു ഷർട്ടും റെഡ് ടേപ്പിൻ്റെ ഒരു ഷൂവും റൈബണിൻ്റെ ഒരു ഗ്ലാസും റാഡോടെ ഒരു വാച്ചും ഒക്കെ കെട്ടി ഇങ്ങനെ പോക്കറ്റിൽ കയറ്റുകൊണ്ട് കവല നിൽക്കുക. എന്നെ കണ്ടോ ചോദിച്ചോ, എന്നാ ഉണ്ട് ബ്രദറെ വിശേഷം? ആരാ? അതെ, അന്ധനായിരുന്നു. പിന്നെ എങ്ങനെയാണ് കണ്ണുണ്ടായേ? യേശു. നിന്റെ എൻ്റെ മനസ്സിൽ കിടന്ന പിക്ചർ ഒറ്റ ദിവസം കൊണ്ട് യേശു തുടച്ചു മാറ്റി. ഇന്ന് ഞാനോട് വെളിപ്പാട് പറയാം, പ്രാർത്ഥിക്കുന്ന നിന്നെ കുറിച്ച് പലരുടെ മനസ്സിലെ ചിത്രം ഈ ദിവസങ്ങളിൽ ദൈവം മായ്ക്കാൻ പോവാ. നീ ആരാന്നുള്ള സത്യം ഇന്ന് ദൈവം തെളിയിച്ചോണ്ട് വരട്ടെ. യേശുവിൽ നീ ആരാ? രക്ഷിക്കപ്പെട്ട നീ ആരാ? പ്രാർത്ഥിക്കുന്ന നീ ആരാ? ഉപവസിക്കുന്ന നീ ആരാ? ആരാധിക്കുന്ന നീ ആരാ? അത് ദേശം കാണുക യേശു എന്ന് വെളിപ്പെടുത്തട്ടെ. ആത്മനിയോഗത്തോടെ പറയാം, പ്രാർത്ഥന കഴിയുമ്പോൾ നിന്നെ കുറിച്ചുള്ള ജനത്തിന്റെ മനസ്സിലെ ചിത്രം മാറും. ഒരു മനുഷ്യൻ തന്റെ ഗദരദേശത്ത് നടക്കുക, വസ്ത്രം ധരിക്കുകയല്ല, വസ്ത്രം പാർപ്പ് എവിടാ? കല്ലറയിൽ. ഈ കല്ലറ ഒരു സുഖമുള്ള ഏർപ്പാടാണോ? ആണോ? ഇച്ചിരി വെളിയുള്ള ഒരു കല്ലറയിൽ പോയിരിക്കുമോ? ഇല്ല. പിന്നെ കഞ്ചാവ് അടിക്കുന്ന പിള്ളേരൊക്കെ പോയിരിക്കും. പണ്ട് 2 പേര് തമ്മിൽ മത്സരം വെച്ചു. അവർ ചോദിച്ചു, നിനക്ക് പേടിയുണ്ടോയെന്ന് ചോദിച്ചു. പറഞ്ഞു പേടിയില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി 12 മണിക്ക് ചാക്കോച്ചൻ്റെ കല്ലറയിൽ പോയി ഒരാണി അടിക്കണമെന്ന് പറഞ്ഞു. 10,001 രൂപ തരാമെന്ന് പറഞ്ഞു. ഒറ്റ രാത്രി പോയി. ഭയങ്കര ധൈര്യശാലിയാ. അവനൊരു കീറ്റക്സിൻ്റെ ലുങ്കിയൊക്കെ എടുത്തോണ്ട് 11:30 ആയപ്പോൾ ഒരു ടോർച്ചും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. വഴി മറ്റൊരുന്ന് വെച്ചാൽ ടോർച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇരുട്ടത്ത് പോയി ആ കല്ലറയിൽ ആണി അടിക്കണം. അങ്ങോട്ട് ചെല്ലുന്നിടം വരെ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് ചീവീടിൻ്റെ അലയും മിന്നാമിനിങ്ങിൻ്റെ വെട്ടവും അകത്ത് കാർമേഘമൊക്കെ കൂരിരുട്ട് തമ്മി കണ്ടാ അറിയാത്ത ഒരു ഷേപ്പിൽ അവിടെ ചെന്നപ്പോൾ ഒരു വിറയൽ. പുള്ളിക്കാരൻ ആരെങ്കിലും വരുന്നോ നോക്കാൻ ഇങ്ങനെ ചരിഞ്ഞ് നിന്നോണ്ട് ആണി അടിച്ചു. അടിച്ചേച്ച് തിരിഞ്ഞപ്പം ലുങ്കിക്കൊരു പിടി. അയ്യോ, സത്യത്തിൽ ഒന്നുമല്ല, ഈ പരവേശത്തിനിടെ ലുങ്കിയുടെ ചേർത്ത് വെച്ച ആണി അടിച്ചേ. പിന്നെ 10,001 ബെറ്റ് കവലെന്നല്ല വാങ്ങിച്ചേ, ICUവിനകത്ത് വെച്ചാ വാങ്ങിച്ചേ. അന്നേരെ ബോധം പോയി. ഉണ്ടെന്നില്ല. പേടിയുണ്ടോയെന്ന് ചോദിച്ചാ ഒരു വലിയ സമ്മേളനത്തിൽ ഒരാൾ ചോദിച്ചു, പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. ഒരാൾ ചാടി എഴുന്നില്ല, എനിക്ക് ആരെയും പേടിയില്ലെന്ന് പറഞ്ഞു. ആരെയില്ല. പിന്നെ ഭാര്യ ചെറിയ പേടിയുണ്ട്. അപ്പൊ എല്ലാവർക്കും ആരെങ്കിലും ഒക്കെ പേടിയുണ്ട്. ഇങ്ങോട്ട് സഹകരിച്ചേ, ഞാൻ വലിയൊരു കാര്യത്തിലോട്ടാണ് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരുന്നത്. 6,000 ഭൂതമുള്ളൊരു പുള്ളി വസ്ത്രം ധരിക്കാതെ കല്ലറ കിടക്കുക. നമ്മുടെ പിക്ചർ എന്തായിരിക്കും അവനെ കുറിച്ച്? ഇനി ഒരു കാലത്തും ഇവൻ രക്ഷപ്പെടത്തില്ലെന്ന് പറയുന്ന കേസ് യേശു ഇടപെട്ടാൽ രക്ഷപ്പെടും. ഈ ആന്റി എനിക്കറിയത്തില്ല, പക്ഷെ ഈ ആന്റിയുടെ വലതേ കാലിൽ കർത്താവ് ഒന്ന് തൊടാൻ പോവാ. നിങ്ങളൊരു തളർവാദ രോഗിയെ പോലെ തളർന്നു പോയ ആളാണ്. അതുപോലെ നിങ്ങളുടെ കാലിൻ്റെ ബലം നഷ്ടപ്പെട്ടിരിക്കുക. ശരിയാണോ ഞാൻ പറയുന്നത്?
ആണോ? ആന്നേ വാ തുറന്ന് പറയണോ? ഡിസംബറിന് ഓപ്പറേഷൻ പറഞ്ഞു. ഡിസംബർ ഓപ്പറേഷൻ കാൽമുട്ട് രണ്ടിനും അല്ലേ? എന്നാ ഇന്ന് ആ ഓപ്പറേഷൻ മാറ്റി യേശു നിന്റെ മുട്ട തൊടുക. സൗഖ്യമാക്കുന്ന കർത്താവ്, സൗഖ്യമാക്കുന്ന കർത്താവ്. നടക്കുമ്പോ ഒരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ശരിയായി നടക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? 3-4 പ്രാവശ്യം റോട്ടിൽ വീണിട്ടുണ്ട്. ഇന്ന് സൗഖ്യമാക്കാൻ യേശു തീരുമാനിക്കുക. എവിടാ ബ്രദറിന്റെ വീട്? തൃപ്പൂണിത്തറ. യേശു സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നു. ഇവരെ കണ്ടാ ഒരു കുഴപ്പമില്ലല്ലോ, മിടുക്കിയായിട്ട് ഔട്ടിരുന്നു. എന്നോട് ദൈവം പറഞ്ഞു കാലിന്റെ മുട്ടെല്ലാം ഓപ്പറേഷൻ ചെയ്ത് മാറ്റി വെക്കാൻ പോവാ. അതിനു മുമ്പ് വചനത്താലൊന്ന് തൊട്ടേരെ ഞാൻ എൻ്റെ സൗഖ്യത്തെ അയക്കാൻ പോവാ. നിങ്ങൾ ആരും നിങ്ങളുടെ വിവരങ്ങൾ പറയണ്ട, പ്രാർത്ഥനയിലെല്ലാം തെളിഞ്ഞോളും. എനിക്ക് ആ കൈ ഒന്ന് തരാമോ അമ്മേ? എന്നിട്ട് ആ കാല് ഇങ്ങനെയൊന്ന് കുടഞ്ഞാട്ട്. മറ്റേ കാലൂടെ യേശുവേ യേശുവേ. ഒന്നുകൂടെ യേശുവേ. മറ്റേ കാലൂടെ യേശുവേ. സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. അച്ചായനാണ് പിടിച്ചോണ്ട് നടക്കുന്നത് എപ്പോഴും. അതെ അതെ. അല്ലേ വീണു പോവും അല്ലേ? നടക്കുമ്പോ തേങ്ങി വീഴാറുണ്ട്. എത്ര പ്രാവശ്യം ഇപ്പൊ വീണു? 2-3-4 പ്രാവശ്യം ഉണ്ട്. അതായത് പുറത്തേക്ക് വിടാറില്ല. വീട്ടിൽ നിന്ന് ബാത്റൂമിലേക്ക് വരെ പോകാൻ ചുമരുമ്പ് പിടിച്ചാ പോകുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടോ സാക്ഷ്യം? എക്സ്റേ എടുത്തപ്പോ 1 ഇഞ്ചിന്റെ ഗ്യാപ്പ് ഉണ്ട് അസ്ഥി തമ്മിലുള്ള തേയ്മാനം. 1 ഇഞ്ചിന്റെ ഗ്യാപ്പാ ഉള്ളത്. അപ്പൊ ഇപ്പൊ അത് ശരിയാക്കുക കർത്താവ്. കർത്താവിന്റെ ഓപ്പറേഷൻ തിയേറ്ററില്ല. നിങ്ങളെല്ലാം ഒന്ന് സന്തോഷിച്ചുകൊണ്ടിരുന്നാൽ മതി. ആന്റി ഒന്ന് ചിരിക്കാവോ? ഇത്രയും നാള് നോക്കിയേ, ആശുപത്രി പോയിരുന്ന് കരഞ്ഞു, ഡോക്ടർ അടുക്ക കരഞ്ഞു, യോഗത്തിന് വന്നും കരയുവന്നോ? ഇന്നൊന്ന് ചിരിക്കാവോ? എൻ്റെ ആന്റി ചിരിക്കാവോ? ചിരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? സൗഖ്യമാകുമോ എന്നുള്ള ടെൻഷൻ അല്ലയോ? എൻ്റെ ഇങ്ങനെ സൗഖ്യമാക്കുന്ന സൂത്രമൊന്നുമില്ല. യേശു നിങ്ങളുടെ അടുക്ക വന്ന് നിൽക്കുന്ന കണ്ടോണ്ടാ നിങ്ങളെ വിളിച്ചേ. ചെയ്യാത്ത ചികിത്സകളില്ല, പോവാത്ത പ്രാർത്ഥന ധ്യാനങ്ങളില്ല. ആന്റി കണ്ടോ? ചെയ്യാത്ത ചികിത്സയില്ല, പോകാത്ത പ്രാർത്ഥനയില്ല. എങ്ങനെ ഇത്രയും പ്രാസം ഒപ്പിച്ച് പറയുന്നു? ഭാവിയിൽ പ്രസംഗകയാകാനുള്ള ആളാ. ഇങ്ങോട്ട് നോക്ക്. വീഴുവെന്നുള്ള ടെൻഷൻ അങ്ങ് വിടുക. ഞാനൊന്ന് കയ്യെ പിടിച്ച് നടത്താം, പിന്നെ ഞാൻ കൈയെടുക്കും, അപ്പൊ യേശു പിടിക്കും. വീഴുവോ? ഇല്ല. ആന്റി ഒന്ന് ചിരിക്ക്. എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച് നോക്കാം. ഒന്ന് സന്തോഷമായിട്ട്. യേശു അല്ലേ എല്ലാം ചെയ്യുന്നത്. നമ്മളൊന്നും മനുഷ്യരല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. യേശു എല്ലാം ചെയ്യുന്നത്. കർത്താവേ, ഈ ആന്റിയുടെ 2 കാലും സൗഖ്യമാകട്ടെ. ഡിസംബറിൽ ഓപ്പറേഷന് പറഞ്ഞേക്കുവാ. 1 ഇഞ്ച് വ്യത്യാസമുണ്ട്. കർത്താവേ, എത്രയോ ആശുപത്രികളിൽ പോയി സൗഖ്യമില്ല, എത്രയോ ധ്യാനസ്ഥലങ്ങളിൽ പോയി സൗഖ്യമില്ല. ഇന്ന് കർത്താവേ തൃക്കൈ തൊടണേ യേശുവിന്. മെല്ലെ നടന്നാട്ട്. അല്ല, അത് ആഗ്രഹിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോന്നാ മതി. ആരാ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞേ? ആരാ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞേ? ഹല്ലേലൂയ. തിരിഞ്ഞു വന്നാട്ട്, തിരിഞ്ഞു വന്നാട്ട്, തിരിഞ്ഞു വന്നാട്ട്. ഒന്ന് കൈയൊക്കെ വീശി നടന്ന്, ഒന്ന് കൈയൊക്കെ വീശി നടന്ന്. ഹല്ലേലൂയ. ഒന്നുകൂടെ അവിടെ വരെ പോയിച്ചു വന്നേ. ഞാനിവിടെ നിൽക്കുക, കൈയൊക്കെ വീശിക്കൊണ്ട്. പിന്നെ ഹല്ലേലൂയ. തിരിച്ചു വാ, തിരിച്ചു വാ. ഓ ലോർഡ്, മുട്ടിന് വേദന വല്ലതും ഉണ്ടോ? വേദന വല്ലതും ഉണ്ടോ? നടക്കുമ്പോ ഒരു പിടുത്തം, അതല്ല ഉള്ളോ? അതെ. ഇങ്ങനെ വെച്ച് വെച്ച് പൊക്കോണ്ടിരുന്നൊക്കെ നിന്നില്ലേ? പറഞ്ഞു. എന്റെ ഭാര്യ നേരെ നടന്ന് കണ്ടിട്ട് കൊല്ലം 15ആയി. ജീവിക്കുന്ന യേശു തന്റെ ഭാര്യ നേരെ നടന്ന് കണ്ടിട്ട് 15 വർഷം. ഒന്നുകൂടെ നടന്ന് കാണിച്ചേ. ജീസസ് മതി. തിരിച്ചു വന്നാട്ട്, തിരിച്ചു വന്നാട്ട്, തിരിച്ചു വന്നാട്ട്. 15 വർഷത്തിന് ശേഷം 15 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ശരിക്കും നടന്ന് ഞാൻ കണ്ടത്. അതിനെനിക്ക് യേശുവിനോട് വലിയ വലിയ മഹത്വം, യേശുവിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കാരണം ഞാൻ എൻ്റെ ഭാര്യയും കൊണ്ട് പോകാത്ത സ്ഥലമില്ല. ഒരുപാട് പ്രാർത്ഥന ഗ്രൂപ്പുകളിൽ പോയിട്ടുണ്ട്. എങ്ങും ഫലം കിട്ടിയില്ല എന്നല്ല പറഞ്ഞ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല.
ഇന്ന് ഇവിടെ വെച്ച് എൻ്റെ ഭാര്യ ശരിക്കും നടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനം തുറന്ന സന്തോഷം എന്ന് മാത്രമല്ല, യേശുവിൻ്റെ മുമ്പിൽ ഞാൻ നമിച്ചു. സ്തോത്രം പറയുന്നു. യേശു പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ല. ഇന്ന് ദൈവവചനം കേട്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം ഉണ്ടായല്ലോ, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. നിങ്ങളുടെ 2 കൈ ഒന്ന് ചേർത്ത് പിടിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ലവ് യു ജീസസ്, ലവ് യു ഫാദർ. ഞങ്ങളുടെ കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ രോഗമുള്ള ഭാഗത്ത് യേശുവിൻ്റെ കൈ ഇപ്പോൾ വെക്കണം. അവരുടെ കടബാധ്യതയുള്ള മേഖലയിൽ യേശുവിൻ്റെ സ്പർശനം ഉണ്ടാകണം. അവരുടെ കുടുംബത്തിലെ ശാപങ്ങൾ മാറിപ്പോകണം. വിട്ടുമാറാത്ത രോഗങ്ങൾ നീങ്ങിപ്പോകണം. ബാധ പോലെ ഇവരുടെ കുടുംബത്തെ പിന്തുടരുന്ന എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികളും പ്രാർത്ഥനയിൽ ഒഴിഞ്ഞു പോകട്ടെന്ന് പ്രാർത്ഥിക്കുക. വെളിച്ചത്തിൻ്റെ പ്രഭുവായ ക്രിസ്തുവേ, ആ വീടിനെ വെളിച്ചം കൊണ്ട് നിറയ്ക്കണമേ. ആ വ്യക്തിയെ വെളിച്ചം കൊണ്ട് നിറയ്ക്കണമേ. തിരുസാന്നിധ്യം കൊണ്ട് നിറച്ചാട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താൽ ഇവരും ഇവരുടെ കുടുംബവും ഇവരുടെ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങളുടെ പ്രയർ ടീം പ്രാർത്ഥിക്കാൻ റെഡിയാണ്. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ? ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക. ഈ ശുശ്രൂഷയെ സഹായിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? പ്രാർത്ഥിച്ച് സഹായിക്കാം. ആകാശത്തിലെ കിളിവാതിൽ തുറന്ന സ്ഥലം പോരാതെ വരുമ്പോഴും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. Jesus Voice TV viewers meeting at Chennai on March 23rd, Saturday, time 9:30 a.m. to 3 p.m. Reverend Annie George ministering. Venue Christ Church near Devi Theatre, Mount Road, Chennai. Come, let's worship together and be blessed. Contact 944-735-9132 99 611 59659.